عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. പള്ളിയിലേക്കുള്ള ഖബർസ്ഥാനിന് വേണ്ടി ബഹുമാന്യനായ പൂണക്കാട് ഖാലിദ് എന്ന സഹോദരൻ 7 സെന്റ് സ്ഥലം അദ്ദേഹം വിലക്ക് വാങ്ങിയിട്ട് അതിന്റെ പേപ്പറൊക്കെ ഇന്നലെ എന്റെ അടുത്ത് കൊടുന്നിരുന്നു. നിങ്ങളെ കൈകൊണ്ട് തന്നെ കമ്മിറ്റിക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് നല്ലൊരു വിഷയത്തിലേക്ക് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കാൻ ഒരുപാട് ഗുണകാംക്ഷികളായ സഹോദരന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു വലിയ ഹൈറായ ഒരു കാര്യമാണ്, ഒരു അമലാണ് അല്ലാഹു അദ്ദേഹം വഴി നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അദ്ദേഹത്തിൽ നിന്ന് കബൂലാക്കട്ടെ. അതിന് പകരമായി സ്വർഗത്തിൽ അല്ലാഹു കൊട്ടാരവും പട്ടണവും തന്നെ തുറന്നു കൊടുക്കട്ടെ. സ്വർഗത്തിൽ അല്ലാഹു പ്രവിശാലമായ ഉദ്യാനം അദ്ദേഹത്തിന് നമുക്കും ഒരുക്കി തരട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയ അംഗങ്ങൾ ആരൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടാ. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഹൈറായ മാല് അധികരിപ്പിക്കട്ടെ. ഹറാമായ മാലിൽ നിന്ന് അവരെയും നമ്മളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാതാവിന്റെ പരലോകണത്തിന് വേണ്ടി 2 സ്വർണ്ണ നാണയം, 2 സ്വർണ്ണ മോതിരം പ്രിയപ്പെട്ട റംഷാദിന്റെ ഉമ്മാന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരമാണ്. അത് ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യാൻ അദ്ദേഹം കൊണ്ടുവന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഉമ്മാക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ സുബഹിക്ക് ശേഷം മതപഠന ക്ലാസ് ഉണ്ടാകാറുണ്ട്. ഈ 7 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഉമ്മാന്റെ പേരിൽ അദ്ദേഹം ചായയും പലഹാരമൊക്കെ കൊണ്ടുവന്നിരുന്നു. ഒരുപാട് ആളുകൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു തആല അതിന്റെ ഗുണം അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഈ സ്വർണ്ണമോതിരം ആ മകനും മകളും ഒരുമിച്ചുകൂടി പൊരുത്തപ്പെട്ട് ഉമ്മാന്റെ പേരിൽ ഉമ്മാന്റെ പരലോക ക്ഷേമത്തിന് വേണ്ടി നൽകി എന്നൊരൊറ്റ കാരണത്താൽ വല്ല അദാബും അവരുടെ ഖബറിൽ ഉണ്ടെങ്കിൽ അല്ലാഹു അത് ഒഴിവാക്കി കൊടുക്കട്ടെ. ജീവിതത്തിലും ജോലിയിലും അള്ളാഹുവിന്റെ കാരുണ്യത്തിനും ബർക്കത്തിനും വേണ്ടി പള്ളിയിലേക്ക് 2500 രൂപ, ദർസിലേക്ക് 2500 രൂപ, വിദേശത്തുള്ള ഒരു സഹോദരൻ അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ ജീവിതത്തിലും തൊഴിലിലും സമയങ്ങളിലും അള്ളാഹു നമ്മളിലും കാരുണ്യം വർഷിക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, സഹായം കൊണ്ട്, അവന്റെ ആനുകൂല്യം കൊണ്ട്, അവന്റെ ബർക്കത്ത് കൊണ്ട് അവരെയും നമ്മളെയും പൊതിയട്ടെ. ആഫത്ത് മുസീബത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിതാവിന്റെയും ഭാര്യയുടെയും പരലോകണത്തിനും മക്കൾ സ്വാലിഹ്യങ്ങളാവാനും പള്ളിയിലേക്ക് 500 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. കച്ചവടത്തിൽ ബർക്കത്തിനും ഹലാലായ മുറാദുകൾ ഹാസിലാവാനും 500 രൂപ അല്ലാഹു ഹൈറായ ഹലാലായ കച്ചവടം നൽകട്ടെ, സമ്പത്ത് നൽകട്ടെ, ലാഭം പ്രദാനം ചെയ്യട്ടെ. അസുഖം ശിഫയാവാനും ഈമാനോട് കൂടി ജീവിച്ചു മരിക്കാനും 500 രൂപ അല്ലാഹു അവരുടെയും നമ്മളുടെയും എല്ലാ പ്രയാസങ്ങളും അസുഖങ്ങളും ശിഫയാക്കി ആഖിബത്ത് നന്നായി അല്ലാഹു അവരെയും നമ്മയും മരിപ്പിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ മകന് ഹൈറായ ജോലി ലഭിക്കാൻ 250 രൂപ അല്ലാഹു ഹൈറായ ജോലി കൊടുക്കട്ടെ. ഈമാനോട് കൂടി ജീവിച്ചു മരിക്കാനും മക്കൾ സ്വാലിഹ്യങ്ങളാവാനും ജോലിയിൽ ബർക്കത്തിനു വേണ്ടി 3,313 939 രൂപ അല്ലാഹു കബൂലാക്കി ബദ്രീങ്ങളുടെ ഹഖ്ഖജ ബർക്കത്ത് കൊണ്ട് അവരുടെയും നമ്മളുടെയും ഈമാൻ ശക്തിപ്പെടുത്തുകയും സ്ഥിരമാക്കി തരികയും മരിക്കുന്ന സമയത്ത് ഈമാനികമായ സമ്പത്തുമായി ഖബറിലേക്ക് യാത്ര പോകാൻ അവസരം നൽകുകയും ചെയ്യട്ടെ. പള്ളപ്പുറം സ്വദേശിനിയായ ഒരു സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയാണ് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുള്ള കഴിയുന്ന ആളുകൾക്ക് നിലവിൽ ചെയ്തു കൊടുക്കാൻ അല്ലാഹു സഹായിച്ചവരെ സഹായിക്കട്ടെ. വിദേശത്തുള്ള സഹോദരൻ അസുഖം ശിഫാവാൻ ഉംറ നിർവഹിക്കാനും ദുആ ചെയ്യാൻ, പിന്നെ എന്തോ ശാരീരികമായി തളർന്നു കിടക്കുകയാണെന്ന് കേട്ട് ഉംറ നിർവഹിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അറിയിച്ചു. അല്ലാഹു രോഗശിഫാക്കിയിട്ട് മഖബൂലായ അമലുകൾക്ക് അവസരം കൊടുക്കട്ടെ. നമ്മളെ മജ്‌ലിസിനൂർ ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച മദ്രസയിൽ വെച്ചുകൊണ്ട് യഥാർത്ഥ സമയത്ത് നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു ഹൈറാക്കി തെറ്റ് പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കാം. നമ്മൾ വലിയ പ്രതിസന്ധിയുടെയും ആശങ്കയുടെയും ബേജാറിന്റെ ഒക്കെ മുൾമുനയിലാണ് ഇപ്പോഴുള്ളത്. ഒബാമയുടെ അഭാവത്തിലേക്ക് ട്രംപിന്റെ കയറ്റം മുസ്ലിം സമൂഹത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഹദീസുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഫിത്നത്തു സർറാ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഹദീസിൽ കാണാം. ഫിത്നത്തു സർറാ അതിന്റെ ഒരു ആരംഭമാണോ എന്ന് ഫലമായി സംശയിക്കുക. ഫിത്നത്തു സർറായിനെ പല രൂപത്തിൽ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന് പൊതുവെയുള്ള ഐശ്വര്യ സമൃദ്ധിയുടെ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള വിപ്ലവങ്ങളും വലിയതായ ഭീകരതയും തീവ്രവാദവും അല്ലെങ്കിൽ അവർക്ക് അടിക്കടി വരുന്ന മരണങ്ങളും
അല്ലെങ്കിൽ അവരുടെ നേരെ ശത്രുക്കൾ നാനാഭാഗത്തു നിന്നും ഉറഞ്ഞുതുള്ളലും എന്തൊക്കെയാവാം ഒരു ഫിത്നത്തു സർറാ ഹദീസിൽ വളരെ സുലഭമായിട്ട് കാണുന്നു. അതിന്റെ ഒരു സമയം സത്യത്തിൽ അത് രൂക്ഷമാകുന്നത് പാശ്ചാത്യരുടെ കൂടെ അറബികൾ സന്ധി ചേർന്നുകൊണ്ട് അവരുടെയൊക്കെ ശത്രുക്കെതിരെ നടത്തുന്ന ഒരു യുദ്ധമുണ്ട്. ഞാന് ഖണ്ഡിതമായിട്ട് പറയല്ല, ചില അനുമാനങ്ങൾ സാധ്യതകളായിട്ട് പറയാം. ശരിയാവാം, തെറ്റാവാം, അനുമാനങ്ങളാണ്. അങ്ങനെ ആകുമ്പോ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ വൈറ്റ് ഹൌസിന് പരിസരത്ത് ആ പരിസരത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ചരിത്രത്തിൽ അങ്ങനെ അറിയപ്പെടാത്ത കാര്യങ്ങളാണ്. ഒരു പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ആ പ്രസിഡന്റിനെതിരെ അതിശക്തമായിട്ട് ആ നാടിൽ അധികാര മണ്ഡലത്തിന്റെ മൂക്കിന്റെ താഴെയായി ശക്തമായിട്ടുള്ള പ്രക്ഷോഭം എന്നത് ലോകത്ത് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോ അവരൊക്കെ പുതിയതായ പ്രസിഡന്റിന് എതിരാളികളാണ്. ആ എതിരാളിയായ ട്രംപ് അമേരിക്കയിൽ ആര് പ്രസിഡന്റ് വന്നാലും മുസ്ലിമീങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ഒന്നുമില്ല. ഒബാമനെ ഇറങ്ങുമ്പോ എന്താ പറയാറ്, അമേരിക്കനും പ്രസിഡന്റ് ആവാൻ ജൂതന് അവകാശമുണ്ട്, യഹൂദിക്ക് അവകാശമുണ്ട്, ഹിന്ദുക്കളും പ്രസിഡന്റ് ആയേക്കാം, പക്ഷെ മുസ്ലിമീങ്ങൾ പ്രസിഡന്റ് ആയേക്കാന്ന് അയാളും പറയുന്നില്ല. അപ്പൊ അമേരിക്കയിൽ ആര് വന്നാലും നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ വന്ന ആള് കഠിന വിരോധിയാണ്. മുസ്ലിമീങ്ങൾക്കെതിരെ പ്രചരണ സമയത്ത് പോലും പച്ചയിൽ തീത്തുപ്പുന്ന ഭാഷയിൽ മ്ലേച്ഛമായി രൂക്ഷമായി വിമർശിക്കാൻ രംഗത്തിറങ്ങിയ ആളാണ് ഇപ്പൊ അധികാരത്തിലെത്തിയിട്ടുള്ളത്. അത് എന്തുകൊണ്ട് നമ്മെ വല്ലാതെ ഞെട്ടിപ്പിച്ച കാര്യമാണ്. പലപ്പോഴും അമേരിക്കക്ക് എസ് മൂളിയിട്ട് അമേരിക്കയുടെ പാവയായി മാറുന്ന അറബ് രാഷ്ട്രങ്ങളിലെ പ്രമുഖരായ ആളുകൾ പോലും ആശങ്കയുടെ മുൾമുനയിലാണ്. റഷ്യയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അധികാരത്തിൽ പലതും ജൂതലോഭികളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ മൊത്തം അമേരിക്കയിൽ നിന്ന് മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കാൻ വ്യാജ അജണ്ടയും കപട അജണ്ടയും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ കുറച്ചുകൂടി ഈ സന്ധി മുസ്ലിം രാഷ്ട്ര നേതാക്കളടക്കം ഒക്കെ ആയാലും സൗദിയിലടക്കം കന്തൂറിൻ തലപ്പാവും ഓയിൽ മുണ്ടൊക്കെ ഇട്ട് അടക്കുന്ന അറബികൾ കുറവാണിപ്പോ. പിന്നെ അള്ളാന്റെ ഹബീബ് പറഞ്ഞ പോലെ എന്റെ സുന്നത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് യഹൂദിയുടെയും നസ്രാനിയുടെയും ജൂതന്റെയും പരിഷ്കാരത്തെ അനുധാവനം ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങൾ നടമാടുന്നത് കണ്ടാൽ ഖിയാമത്ത് നാള് പ്രതീക്ഷിച്ചോ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. തലപ്പാവും തൊപ്പിയും ഓയിൽ മുണ്ടും കന്തൂറയും ഒക്കെ ധരിച്ചുകൊണ്ട് നടന്നിരുന്ന അറബികളുടെ തലമുറ കഴിഞ്ഞു പോവുകയാണ്. അമേരിക്കക്കാരൻ പാന്റ് ധരിക്കും പോലെ, അമേരിക്കക്കാരൻ ട്രൗസർ ധരിക്കും പോലെ, അമേരിക്കക്കാരൻ മുടിവെട്ടും പോലെ, അമേരിക്കക്കാരൻ സംസാരിക്കും പോലെ, അമേരിക്കക്കാരൻ ചിരിക്കും പോലെ, അമേരിക്കക്കാരന്റെ ഭക്ഷണ വിഭവം പോലെ, അതേ കല്യാണങ്ങളിൽ വരെ ആ സംസ്കാരം നടമാടുകയാണ്. സ്വദഖ യാ റസൂലല്ലാഹ്. അടിവസ്ത്രം കാണിച്ചുകൊണ്ട് പാന്റ് താഴോട്ട് താഴ്ത്തിയിട്ട് പുതിയ അറബ് തലമുറ അവരുടെ വേഷവിധാനം എങ്ങനെയാണ്? പാന്റ് ഊരമൊന്ന് താഴ്ത്തിയിട്ട് അതിരിക്കണ ആ മുഹമ്മദ് ഖാനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, അവിടെ ഇരിക്കേണ്ട ഗൾഫേര് ഇവിടെ ഇരിക്കേണ്ട ചോദിച്ചു നോക്കി. പുതിയ തലമുറ എന്നോട് എന്റെ ഷാഫി പറഞ്ഞ അദ്ദേഹം കണ്ടു മടുത്തത് എന്താ അറിയോ? ഈ പാന്റ് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇപ്പത്തെ മോഡലാണ്, പാന്റ് ഊരമം താഴ്ത്ത, എന്നിട്ട് എന്ത് കാണുക? അടിവസ്ത്രം കാണുക. ഇങ്ങനെയാണ് ഇപ്പൊ കുറെ അറബികൾ നമ്മളെ നാട്ടിൽ പിന്നെ അങ്ങനെ നടക്കണമെന്ന് ഞാൻ പറയണ്ട. ചിലപ്പോൾ ജുമേക്കര് അങ്ങനെ വരും, അത് വേറൊരു കാര്യം. പക്ഷെ അറബികൾ എങ്ങനെ നടക്കണേ? പല അറബികളും ആ കന്തൂറന്റെയും തൽപ്പാവിന്റെയും കാലം കഴിഞ്ഞു. ഇത് അവിടുന്ന് കിട്ടിയതാ. നമ്മുടെ നാട്ടിലെ കുട്ടികളെ മുടിയെട്ടുമ്പോൾ തന്നെയാണ് അറബികളും മുടി വെക്കുന്നത്. എങ്ങനെ? 4 ഭാഗത്തും ചെത്തിയിട്ട് നടുവിൽ ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുക. ഇത് അവിടുന്ന് വന്നതാ. ഇത് തുടങ്ങിയത് ജൂതനാണ്. മൻ തശബ്ബഹ മിൻഹും ഫഹുവ മിൻഹും നബിയുനാ മുഹമ്മദ് മുസ്തഫ
ഫലസ്തീനിലുള്ള ഓമന മക്കള് പച്ചയിൽ ചുട്ടുകൊന്നുകൊണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന കരുണയില്ലാത്ത കശ്മല കാട്ടാള വർഗത്തിന് തലപ്പണയം വെച്ചുകൊണ്ട് ട്രൗസറേന്റെ മൊബൈലിൽ മാലാന്മാരായി നടക്കുന്ന ഇവ കോമളന്മാരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് മറക്കണ്ട. മൻ തശബ്ബഹ മിൻഹും മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരേതൊരു വിഭാഗത്തോട് സദൃശമായോ അവരിൽ പെട്ടവനാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈയിടെ അടുത്ത് വിദേശ രാജ്യത്തൊരു പ്രഭാഷണത്തിന് പോയിട്ട് ഒരു വലിയ പള്ളി കാണാൻ എന്നെ സംഘാടകർ കൊണ്ടുപോയപ്പോ ഞാനൊരൽപ്പം ചുമരന്മേൽ ചാരിയിട്ട് ഞെട്ടിപ്പോയി. കാരണം പള്ളിന്റെ അകത്തളത്തിലൊക്കെ ഇംഗ്ലീഷുകാരികളായ അതാ ട്രൗസർ ധരിച്ച പാന്റ് ധരിച്ച ശരീരത്തിന്റെ മാർദ്ദള ഭാഗങ്ങൾ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ഉളുപ്പില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് കുടുങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെ പള്ളിയുടെ ഉള്ളിൽ കണ്ടപ്പോ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. എവിടെയെന്ന് ഞാൻ പറയില്ല, ഞാൻ കണ്ടതാണ്. വാതിന് പോയപ്പോ പള്ളി കാണാൻ വേണ്ടി ചെറുപ്പക്കാരെന്നെ കൊണ്ടുപോയി. എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പള്ളിയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ കയറിയിട്ട് എങ്ങനെയാണ്ടെന്ന് ഞാനില്ല. കാരണം നമ്മള് പള്ളിന്റെ ഉള്ളിൽ നടന്നാൽ നമ്മളെ ഇമാം പോവാ. പള്ളിന്റെ ഉള്ളിലൊക്കെ ട്രൗസർ ഇട്ട് പെണ്ണുങ്ങൾ. എവിടെ? ഇസ്ലാമിക രാഷ്ട്രത്തിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ ഇനി പുലരാൻ ബാക്കിയുള്ളത്? ഇമാം മഹദി രംഗത്ത് വരുന്നതിന്റെ നേരെ മുമ്പുള്ള ഒരു സംഭവം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. ഇമാം മഹദി രംഗത്ത് വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു അന്തരീക്ഷം അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങള് വിദേശ നിർമ്മിതമായ വസ്ത്രങ്ങളിൽ പെണ്ണുങ്ങൾ ആവേശം കാണിക്കുന്നത് കണ്ടാൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യൂറോപ്പിലും യമനിലുമൊക്കെ ഇറങ്ങുന്ന നൈസായ ബ്ലൗസ് ധരിക്കാൻ പെണ്ണുങ്ങൾ ആവേശം കാണിച്ചുകൊണ്ട് അത്ബഅനൽ ഗനിയ വകല്ലഫ്നൽ ഫഖീറ മാ ലാ യജിദൂ. പണമുള്ള ഭർത്താക്കന്മാര് എനിക്ക് ഈ വസ്ത്രം പോരാ, ഈ ചുടിദാർ പോരാ, ഈ പർദ്ദ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യത്തിൽ കണ്ട വസ്ത്രത്തിന് വേണ്ടി കൽപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് പണക്കാരനായ ഭർത്താവിന്റെ പോലും ലക്ഷക്കണക്കിന് പണം വസ്ത്രത്തിന് വേണ്ടി മുടക്കാൻ വാശി പിടിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ പണമില്ലാത്ത ദരിദ്രനായ ഫഖീറായ ഭർത്താവിനോട് വലിയ പണം ചെലവഴിച്ചുകൊണ്ട് വസ്ത്രം വാങ്ങിത്തരാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ പണമില്ലാത്ത ചെറുപ്പക്കാരനായ ഫഖീറായ ഭർത്താവ് വിഷമിക്കുന്നതും കണ്ടാൽ അത് മഹദി ഇമാമിന്റെ കളമൊരുങ്ങലാണ്. വഅലമുമ്മത സയ്യിദനാ മുഹമ്മദ്. ആയോ നിങ്ങൾ ചിന്തിക്കും, സമയമായോ? നിങ്ങളെന്നെ ഇടങ്ങരായ ആൾക്കാർ ഇത് ഇരിക്കുമ്പോ ഇങ്ങനൊക്കെ റസൂലുള്ള പറഞ്ഞിക്കണോ? എന്നാ ആ ഭർത്താവ് ഞാൻ തന്നെയാണല്ലോ എന്ന് ചിന്തിക്കണ്ടാവും അല്ലേ? നിങ്ങളെന്നെ ചിന്തിക്കണ്ടാവും, ഞാൻ തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒരു വസ്ത്രം വാങ്ങിയാൽ അടുത്ത കല്യാണത്തിന് ഈ വാങ്ങിയത് പറ്റൂല. കാരണം ഇത് കല്യാണത്തിന് ഉപയോഗിച്ചു, ഇനി അടുത്ത കല്യാണത്തിന് വേറെ. ഓരോ കല്യാണത്തിനും ഓരോ കൂട്ടു വസ്ത്രങ്ങൾ. അതൊന്നും ചെറിയ പൈസ ഒന്നല്ല. വസ്ത്രം വാങ്ങാനായിട്ട് ഇപ്പൊ കല്യാണം വന്നാൽ ഒരു പോക്കുണ്ട് വണ്ടിയിൽ, വസ്ത്രം വാങ്ങാനായിട്ടൊരു പോക്കാണ്. ഈടത്ത് കോഴിക്കോട് പോയപ്പോ രാവിലെ ഒരു ഖുത്ബാന് കയറിയിട്ട് കുറെ കിതാബൊക്കെ നോക്കി ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി. അപ്പൊ അവിടെ ഒരാള് ഒരു ആജിക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, തൊപ്പിട്ടിട്ട് നിസ്കരിച്ചിട്ട് ഇങ്ങനെ തസ്ബീഹ് പിടിച്ചിരിക്കുന്നുണ്ട്. അസർ നിസ്കരിക്കാൻ കയറിയപ്പോഴും അയാളുണ്ട്. മഗ്രിബ് നിസ്കരിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരാന്ന് കരുതിട്ട് പോയപ്പോഴും അയാൾ അവിടെ. 3 വക്തിനും തുടർച്ചയായിട്ട് കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ വെറുതെ തന്നെയെന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് ഞാനിങ്ങനെ ജമാഅത്ത് കളണ്ടാന്ന് വെച്ചിട്ട് പള്ളി കൂടിയാണ്. ആ ജമാഅത്ത് കളയാന്ന് വെച്ചിട്ട് കോഴിക്കോട്ട് നിൽക്കുന്ന നാട്ടിലില്ലെന്ന് വെച്ചു. അല്ല, എന്റെ മക്കളും ഭാര്യയും കുട്ടികളൊക്കെ അവിടെ ടെക്സ്റ്റൈൽസിലും ജ്വല്ലറിയിലൊക്കെയാണ് ഓല് തുണികുപ്പായം പൊന്നൊക്കെ വാങ്ങാണ്. അപ്പൊ പിന്നെ ഞാനാണ്ടൊന്നും പോയില്ല, ഞാൻ പള്ളിയിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓല് നിസ്കരിക്കണ്ടോ? ഓൽക്ക് എന്ത് നിസ്കാരം? നിസ്കാരമൊന്നുമില്ല. തുണികുപ്പായം വാങ്ങാൻ പോയിട്ട് ളുഹ്ർ മുതൽ മഗ്രിബ് വരെ
കോഴിക്കോട് ടൗണിലെ ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽസിലും ഏത് അവർക്ക് ഇപ്പൊ പെണ്ണുങ്ങൾ അപേക്ഷിച്ചിടത്തോളം നമ്മൾ പുറത്തു കൊണ്ടായാൽ ഏറ്റവും പ്രയാസമുള്ളത് പറ്റിയ വസ്ത്രം കിട്ടാനാണ്. അല്ലേ? പറ്റിയ ഭക്ഷണത്തിന് അവർക്ക് വിഷയമല്ല. അത് നിങ്ങൾ എന്ത് മീൻ കൊണ്ടുകൊടുത്താലും അവരുണ്ടാക്കി തരും. മീനിന്റെ പേരിൽ വിപ്ലവം നടത്തൂല. ചീഞ്ഞ മത്തി കൊണ്ടുകൊടുത്താലും അവര് മുളക് തരും. അത് കുഴപ്പമില്ല, കൂട്ടിക്കൊള്ളി നടക്കും. പക്ഷെ ഇന്ന് ഏറ്റവും പ്രയാസം ഞാൻ മനസ്സിലാക്കിയത് 4 പെണ്ണുങ്ങൾ പുറത്തിറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും പ്രയാസം അവർക്കൊത്തു ഇണങ്ങിയ വസ്ത്രം സെലക്ട് ചെയ്യുന്നതിലാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് അത്ബഅന എന്ന് പറഞ്ഞാൽ തളർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ജമ്മു മുഅന്നസാണ്. എന്ന് പറഞ്ഞാൽ തളർത്തുക. അത്ബഅന ആ പെണ്ണുങ്ങൾ തളർത്തുന്നതാണ്. അൽ വനിയ പണമുള്ള ഭർത്താവിനെ തളർത്തി. കാരണം പറ്റിയ വസ്ത്രങ്ങൾ കിട്ടുന്നില്ല. വെയിൽ കൊണ്ട് മണിക്കൂറുകൾ ഭർത്താവ് കഷ്ടപ്പെടുകയാണ്. മാനസികമായി തളർന്നു. വെള്ളം കിട്ടാതെ തളർന്നു. പണം ചെലവഴിച്ചിട്ടും തിരിച്ച് വീട്ടിൽ വന്നാൽ വസ്ത്രം പറ്റിയില്ല എന്ന പരാതി കേട്ട് തളർന്നു. ഇങ്ങനെ ഒരു കാലം വന്നാൽ അതാണ് ഇമാം മഹ്ദിയുടെ കാലം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ആയോ അല്ലേ? നിങ്ങളാണ് ചിന്തിച്ചോളി. ഇനി തൊട്ട് മുമ്പ് സംഭവിക്കുന്നൊരു കാര്യം പറയാം. മഹ്ദി ഇമാമ് വരുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ലോകവ്യാപകമായ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെങ്കിലും കൂടുതൽ കണ്ടു തുടങ്ങുന്ന ഒരു പരീക്ഷണോ അത് കച്ചവടം ദിമ്മാകല. നബിയുനാ മുഹമ്മദ് മുസ്തഫ ഇന്നലെ എന്റെ റൂമിൽ വന്ന് ഞാൻ ജ്യേഷ്ഠന് സമാനം സ്നേഹിക്കുന്ന ഒരു ബിസിനസ്മാൻ സാലിഹായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഗൾഫ് ഒഴിവാക്കിയിട്ട് നാട്ടിൽ കൂടാൻ സമയമായിരിക്കുന്നു. ഇന്ന് എന്റെ പ്രിയങ്കരനായ ഒരു സഹോദരൻ അവിടെ കച്ചവടം നടത്തുന്ന ഞാൻ എന്റെ കുടുംബത്തിലെ അംഗത്തെ പോലെ സ്നേഹിക്കുകയോ സ്വന്തം അനിയനെ പോലെ എന്നെ കാണുകയോ ചെയ്യുന്ന ഞാനൊരു കൊരകൊരിച്ചാൽ കാപ്പി കൊണ്ടുവരോ, ഞാൻ കിടന്നാൽ മരുന്ന് കൊണ്ടുവരോ, അങ്ങനെ വളരെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു, ഗതാ ഗൾഫിലെ ബിസിനസിന്റെ കാലം കഴിഞ്ഞു ഉസ്താദ്. ഇനി പോകുന്നത് ബിസിനസ് ചെയ്യാനല്ല, പടച്ചോനെ തവക്കുലാക്കിയിട്ടാണ്. റബ്ബേ നീ പ്രവാസികൾക്ക് സകല വാതായനങ്ങളും തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇങ്ങനെ കച്ചവടം ദിമ്മായ അതിന്റെ വഴികളൊക്കെ ബ്ലോക്കായ വകസറത്തിൽ ഫിത്ന അധികരിച്ച നീണ്ട ഹദീസിലെ 3 കാരണങ്ങൾ പറഞ്ഞതാണ്. ഇത് 3 കച്ചവടക്കാർ ഇതിലുണ്ട്. നിങ്ങൾ നോക്കി, ഗൾഫിൽ നല്ല എല്ലായിടത്തും കച്ചവട ഡിമല്ലേ. നമ്മൾ സാധാരണ യാത്രക്ക് പോകുമ്പോ ഹൈവേ റോഡിന്റെ വക്കിൽ വരെ ഇളനീര് കുടിക്കാൻ വേണ്ടി വണ്ടി ഇറങ്ങുന്നുണ്ട്. ഈ ഇളനീര് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ചൂടുകാലത്ത് അവരോട് ചോദിക്കാണ്, എങ്ങനെയുണ്ട്? വളരെ മോശമാന്ന് പറയും. കച്ചവടം വളരെ ഉഷാറാന്ന് പറയുന്ന ഒരൊറ്റ ആളും ഇന്നില്ല. ഇതിങ്ങനെ വരും. അപ്പൊ കച്ചവടം ഡിമാലൊക്കെ ചെയ്യാവുന്ന അടയാളാണ്. ഒരു ഭാഗത്ത് കച്ചവടം ഡിമാ, ഫിത്ന അധികരിക്കും, കുട്ടികളൊക്കെ കള്ളിന്റെ പിന്നാലെ പോവാ, ആലിമീങ്ങളൊക്കെ മരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ നിങ്ങളുടെ എന്റെയും കൽബ് തുറക്കാൻ വേണ്ടി ആലിമീങ്ങളുടെ മരണത്തിൽ ഒരു ചെറിയ വിശദീകരണം നടത്തട്ടെ. ഞാനതാ ഓതുന്ന സമയത്താണ് മഹാനായ റഈസുൽ മുഹദ്ദിസീൻ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത്. എനിക്കിപ്പോൾ കൂടുതൽ പ്രായമൊന്നും ആയിട്ടില്ല. അതാ ഓതുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി. അതോടെ കണ്ണിയത്ത് ഉസ്താദിന്റെ അനുസ്മരണ സമ്മേളനം നടക്കുകയായി. അതിലേക്ക് മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയും പങ്കെടുക്കാറുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ സ്മരണിക ഇറങ്ങി ശംസുൽ ഉലമ അതിൽ ലേഖനം എഴുതി. വൈകാതെ CH ഉസ്താദ് വഫാത്താകുന്നു. അപ്പൊ ആളുകൾ അനുസ്മരണ സമ്മേളനം CH ഉസ്താദിന്റെ പേരിലാക്കി. CH ഉസ്താദിന്റെ സ്മരണിക ഇറങ്ങി അതിൽ വലിയുള്ളാഹി ശംസുൽ ഉലമ ലേഖനം എഴുതി. ശംസുൽ ഉലമ
സി.എച്ച്. ഉസ്താദിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് സി.എച്ച്. ഐദ്രോസ് മുസ്ലിയാർ അള്ളാന്റെ ഔലിയാക്കളിൽ ഒരു വലിയാണ് എന്ന് സി.എച്ച്. ഉസ്താദിനെ കുറിച്ച് ശംസുൽ ഉലമ ലേഖനം എഴുതിയിരുന്നു. വൈകാതെ കെ ഉസ്താദ് വഫാത്താകുന്നു. എല്ലാവരും അനുസ്മരണ സമ്മേളനം കെ ഉസ്താദിന്റെ പേരിലാക്കുന്നു. വൈകാതെ ശംസുൽ ഉലമ വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം ശംസുൽ ഉലമയുടെ പേരിലാക്കുന്നു. വൈകാതെ മഹാനായ കെ വി ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം കെ വി ഉസ്താദിന്റെ പേരിലാകുന്നു. വൈകാതെ മഹാനായ നാട്ടിക ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം നാട്ടിക ഉസ്താദിന്റെ പേരിലാകുന്നു. വൈകാതെ കെ ടി ഉസ്താദ് വഫാത്തായി സയ്യിദ് ഉമർലി ശിഹാബ് തങ്ങൾ വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം ഉമർലി ശിഹാബ് തങ്ങളുടെ പേരിലാക്കുന്നു. വൈകാതെ കെ ടി ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം കെ ടി ഉസ്താദിന്റെ പേരിലാക്കുന്നു. വൈകാതെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം ശിഹാബ് തങ്ങളുടെ പേരിലാക്കുന്നു. വൈകാതെ പാറന്നൂർ ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം പാറന്നൂർ ഉസ്താദിന്റെ പേരിലാകുന്നു. വൈകാതെ തൊഴിയൂർ ഉസ്താദ് വഫാത്താകും. താളമ്പാടി ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം താളമ്പാടി ഉസ്താദിന്റെ പേരിലാകുന്നു. വൈകാതെ തൊഴിയൂർ ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം തൊഴിയൂർ ഉസ്താദിന്റെ പേരിലാകുന്നു. വൈകാതെ ചെറുശ്ശേരി ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിലാകുന്നു. വൈകാതെ മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം കോയക്കുട്ടി ഉസ്താദിന്റെ പേരിലാകുന്നു. വൈകാതെ കമ്പനമ്പത്തൂർ ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം കുമരമ്പത്തൂർ ഉസ്താദിന്റെ പേരിലാകുന്നു. വൈകാതെ മഹാനായ ശൈഖുനാ ബാപ്പു ഉസ്താദ് വഫാത്താകുന്നു. അനുസ്മരണ സമ്മേളനം ബാപ്പു ഉസ്താദിന്റെ പേരിലാകുന്നു. 10-18 കൊല്ലത്തിനിടയിൽ ഒരു 10-18 കൊല്ലത്തിനിടയിൽ ഇനി നാളെ ആരാനുസ്മരണം പറയാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ആലിമീങ്ങളുടെ പെടുന്നനെയുള്ള മരണം. പിന്നെന്താ, സമൂഹത്തിന് ദിശാബോധം നൽകാൻ നിയന്ത്രിക്കാൻ ആളില്ല, ഡ്രൈവറില്ലാതായാൽ വണ്ടിക്ക് നിയന്ത്രണം വിടൂലേ, സമൂഹങ്ങളുടെ നിയന്ത്രണം വിടും. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെ കേട്ടോളെ, അത് ചെറുപ്പക്കാരൊക്കെ നോട്ട് ചെയ്തോളെ. എന്താ അറിയോ? പിന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവാസകൻ രംഗപ്രവേശനം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. യതകല്ലമു ബിഅൽസിനതിനാ, ചെറുപ്പക്കാരെ പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാ, ജഹന്നമിലേക്കുള്ള പ്രബോധകന്മാർ പ്രവാസകന്മാർ രംഗത്ത് വരുന്നതാണ്. യതകല്ലമു ബിഅൽസിനതിനാ, നമ്മുടെ ഭാഷ കൊണ്ട് തന്നെയാ അവർ സംസാരിക്കല്. അറബ് സാഹിത്യം പറയുന്നതാ, ആയത്തോടെ പ്രസംഗിക്കുന്നതാ, ഹദീസോടെ പ്രസംഗിക്കുന്നതാ. ആ പ്രഭാഷണം കേട്ടുകൊണ്ട് ആരെങ്കിലും അങ്ങനെയുള്ള സംഘാടകരുടെ പിന്നാലെ നടന്നാൽ അവർ ഇവരെ നരകത്തിലെത്തിക്കുന്നതാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. മഹാന്മാരെ കുറ്റം പറയാൻ വേണ്ടി ആയത്തോടുന്നവരില്ലേ, സി.എം. വലിയുള്ളാഹിനെ പരീക്ഷിക്കാൻ വേണ്ടി പാതിരാത്രിയിൽ വേദി കിട്ടുന്നവരില്ലേ, ഔലിയാക്കളിൽ പടച്ചവനെ പ്രേമിച്ചുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട മഹാന്മാരെ പരിഹസിക്കാൻ മൈക്ക് കെട്ടി മത്സരിക്കുന്നവരില്ലേ, കൊല്ലങ്ങളോളം ഒന്നിച്ചുകൊണ്ട് തൗഹീദ് ചർച്ച ചെയ്തിട്ട് പരിഹാരമായില്ല, 60 കൊല്ലത്തോളം ഒന്നിച്ചുകൊണ്ട് തൗഹീദ് ചർച്ച ചെയ്ത് പരിഹാരമായില്ല, 15 കൊല്ലം ഭിന്നിച്ച് ചർച്ച ചെയ്ത് പരിഹാരമായില്ല, ഇപ്പൊ പിന്നെയും ഒന്നിച്ചു എന്ന് പറയുന്നു. എന്നിട്ടും തൗഹീദും ശിർക്കും ഖണ്ഡിതമായ തീരുമാനമായില്ല. അനുയായികളെ ഹാലിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ഇത് തൗഹീദാന്ന് അഭിപ്രായമുള്ളവർ കൈപ്പൊക്കുക, അങ്ങനെ കൈപ്പൊക്കി. ഇത് ശിർക്കാന്ന് അഭിപ്രായമുള്ളവർ കൈപ്പൊക്കുക, അങ്ങനെ കൈപ്പൊക്കി. ഇങ്ങനെ കൈപ്പൊക്കിയവരുടെ എണ്ണത്തിന്റെ ഭൂരിപക്ഷം അനുസരിച്ചുകൊണ്ട് തൗഹീദും ശിർക്കും തീരുമാനിക്കുന്ന വിവരമില്ലാത്ത പഴച്ച പ്രബോധകന്മാരില്ലേ, അവർ ഓടുന്നത് ആയത്താണ് ചെറുപ്പക്കാരാ, ഹദീസാണ് ചെറുപ്പക്കാരാ. ഇങ്ങനെയുള്ള കമ്പനി അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് നേതാവായ മുഹമ്മദ് മുസ്തഫ. ഉസ്താദെ, അവരും ഓടുന്നത് ആയത്തല്ലേ, അവരും പറയുന്നത് ഹദീസല്ലേ എന്ന് ചെറുപ്പക്കാര് പറയും. കാരണോ, യതകല്ലമു ബിഅൽസിനതിനാ, നമ്മുടെ പ്രമാണം തന്നെയാണ് അവരും ചർച്ചക്കെടുക്കുന്നത്. ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ചാൽ മുസ്ലിമീങ്ങളെ കിട്ടൂല, രാമായണം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചാൽ മുസ്ലിമീങ്ങളെ കിട്ടൂല, ഋഗ്വേദം ഉദ്ധരിച്ചാൽ മുസ്ലിമിനെ കിട്ടൂല. ബാത്തിൽ ചെലവഴിക്കാൻ, വലാലത്ത് പ്രചരിപ്പിക്കാൻ, ഹദീസ്
ഹദീസ് കട്ട് വായിക്കുന്നവരില്ലേ, കിതാബ് മുടങ്ങി വായിക്കുന്നവരില്ലേ, ദുർവ്യാഖ്യാനം കൊണ്ട് പ്രഭാഷണ വേദിയെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന വായാടികളില്ലേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആർക്കെങ്കിലും അവർക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നാൽ ഇവരവരെ നരകത്തിലെത്തിക്കുന്നതാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരാരാണ് ഏതാണ് ഞാൻ പറയുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറയുന്നത് ഏകദേശം എല്ലാം റെഡിയാണ്. ഏകദേശത്തെല്ലാം റെഡിയാണ്. നമ്മളെ കാര്യം നോക്കിയിട്ട് ചെയ്തു പോയ തെറ്റുകളിൽ മാപ്പ് പറഞ്ഞ് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാരുടെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിച്ചാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. മഹദി ഇമാം എന്റെ ഒരു കണക്കുകൂട്ടലൊക്കെ ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടുപോകും. ഈ ട്രംപ് ഭരണത്തിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ടൊക്കെ വലിയ യുദ്ധം നടക്കുമോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കാണുന്ന അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പത്തെ ഈ പോക്ക് ഏകദേശം റഷ്യനെ കൂട്ടുപിടിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ഉയർന്ന ജോലികളൊക്കെ ജൂതന്മാർക്ക് കൊടുത്തു. അവന് പറഞ്ഞ് ജനുവരി 20-ാം തീയതി ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു. ഫലസ്തീനികൾക്ക് അനുകൂലമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു പ്രഖ്യാപനം നടന്നപ്പോൾ പറഞ്ഞു അതൊക്കെ ജനുവരി 20-ാം തീയതി നമ്മൾ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അജണ്ട സ്വകാര്യമായിട്ട് ഇപ്പോൾ തന്നെ മെനഞ്ഞു തുടങ്ങി നെയ്തുണ്ടാക്കി എന്ന് വേണം ഫലമായിട്ട് സംശയിക്കാൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ ട്രംപ്, ഇവിടെ മോഡി, എന്തൊക്കെ കഴിഞ്ഞ് പായി പോകുന്ന ഇന്ത്യ ചെയ്താലും പ്രത്യക്ഷത്തിൽ വലിയ വിരോധമൊന്നും കാണുന്നില്ല. കാരണം കേന്ദ്രത്തിലൊക്കെ ഏകദേശം 2 ഒത്ത ആളുകളെ നിൽക്കണം. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ. പക്ഷെ എന്തൊക്കെ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ അറബ് രാഷ്ട്രങ്ങൾക്കും ബേജാറ് തുടങ്ങിയിട്ടുണ്ട്. ആ ബേജാറ് നല്ലതിനാണെങ്കിൽ നല്ലതാണ്. കാര്യങ്ങളൊക്കെ വലിയ അപകടത്തിലേക്കാണ്. ഓരോ വെള്ളിയാഴ്ചയിലും അന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നാൽ അതിനെക്കുറിച്ചൊരു ഉത്ബോധനം നടത്തൽ എന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ പ്രവചനം നടത്തിയിട്ടില്ല, ദുരിതദർശനം നടത്തിയിട്ടില്ല. ഞാൻ ഹദീസ് അടിസ്ഥാനത്തിൽ, പ്രമാണാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സാധ്യതകളെ കുറിച്ച് ഒരു അന്വേഷകൻ എന്ന നിലയിൽ വിലയിരുത്തിയതാണ്. അസന്നിഗ്ധമായിട്ടോ ഖണ്ഡിതമായിട്ടോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. വല്ലതും തെറ്റിപ്പോയാൽ എനിക്ക് ഫോൺ ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യരുത്. ഇവിടെ ഇപ്പോ ഇന്നലെ ഒരുത്തൻ എന്നോട് ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊരു പ്രസംഗത്തിൽ മരിച്ച ആള് തിരിച്ചു വന്ന കാര്യം പറഞ്ഞിരുന്നു. മരിച്ചുപോയ ഒരു ആലിമ് തിരിച്ചു വന്നു, ഞാൻ ഉറങ്ങിയിരുന്നു, അപ്പൊ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതെന്നല്ല അതിനെന്ത് ചോദിച്ചു, അത് പ്രകൃതി വിരുദ്ധമല്ലേ മുസ്ലിയാരെ എന്ന് വെച്ചു. ആരാ ചോദിക്കുന്നവരാ? നീണ്ട താടിയുള്ള നെറ്റത്ത് മുദ്രയുള്ള ആള്. അത് ഈ ചോദ്യം യുക്തിവാദികളുടെ ചോദ്യമാണ്. മരിച്ചുപോയ ആള് തിരിച്ചു വരിക എന്നുള്ളത് പ്രകൃതി വിരുദ്ധല്ലേ? എന്താണ് പ്രകൃതിയിൽ അങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. ഏതെങ്കിലും ഒരു കിതാബ് വായിച്ചിങ്ങനെ തർക്കം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ജാഹിലാൻ ഇന്നേറ്റ് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഡ്രൈവിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ഡ്രൈവിംഗ് അറിയണ്ടേ. തേങ്ങയുടെ ആളെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ തെങ്ങുമെന്ന് കയറി പരിചയം വേണ്ട. കച്ചവടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ എനിക്കതിനെ കുറിച്ച് അറിയണ്ടേ. പർദ്ദച്ചോടാണെങ്കിൽ അതിന്റെ കാര്യം എനിക്ക് അറിയണ്ടേ. നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി തലപൊക്കുന്ന നീർക്കോലിയോട് നമ്മൾ വെറുതെ അക്ഷരങ്ങൾ ചെലവഴിച്ചിട്ട് സമയം പോക്കണോ എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, പ്രകൃതി വിരുദ്ധാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ മരിച്ചുപോയ അമ്പിയാക്കളൊക്കെ മുഹമ്മദ് നബിന്റെ ബാക്കിൽ നിൽക്കാൻ വന്നില്ലേന്ന് വെച്ചു. എനിക്കിപ്പോ ചോദിക്കാനുള്ളത് ഇപ്പൊ അതല്ല, അതല്ല പ്രമാണം. പ്രകൃതി വിരുദ്ധാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോകുമ്പോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിസ്കരിച്ചപ്പോ നേരെ ബാക്കിൽ ഇബ്രാഹിം നബി, നേരെ ബാക്കിൽ മൂസാ നബി, നേരെ ബാക്കിൽ ഈസാ നബി. ഈസാ നബി വഫാത്തായിട്ടില്ല എന്ന് കൂട്ട ആകാശത്ത് ഇറങ്ങിയെന്നാണ്. പക്ഷെ ഇബ്രാഹിം നബി വഫാത്തായിട്ടില്ലേ, മൂസാ നബി വഫാത്തായിട്ടില്ലേ? അവരൊക്കെ ബാക്കിൽ. ഇത് പ്രകൃതി വിരുദ്ധാന്ന് വെച്ചു. അപ്പൊ എന്നറിയാം, എന്തെങ്കിലും അള്ളാന്റെ റസൂൽ ഭൂമിയിൽ നിന്ന് സൂര്യനെ പിളർത്തിയിലെ വിരലുകൊണ്ടിട്ട് ആ പ്രകൃതി വിരുദ്ധല്ലേ? മൂസാ നബി വടികൊണ്ട് അടിച്ചിട്ട് കടലിനെ പിളർത്തിയിലെ പ്രകൃതി വിരുദ്ധല്ലേ? അള്ളാന്റെ റസൂൽ കൊണ്ട് വിളിച്ചപ്പോ ഉണങ്ങിയ മരം വന്നീരെ പ്രകൃതി വിരുദ്ധല്ലേ? മൂസാ നബി വടി താഴ്ത്തിട്ട് പാമ്പായില്ലേ പ്രകൃതി വിരുദ്ധല്ലേ? ഈസാ നബി ഒറ്റടിക്ക് മേൽക്ക് ഉയർന്നീരെ പ്രകൃതി വിരുദ്ധല്ലേ? വഫാത്തായിപ്പോയ മഹാന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തെത്തിയപ്പോ അവിടെ ഉണ്ടായില്ലേ പ്രകൃതി വിരുദ്ധല്ലേ? ഇനി ഈസാനന്റെ ഖിയാമത്ത് ഇറങ്ങിയവരെ പ്രകൃതി വിരുദ്ധല്ലേ? ഒരു പ്രകൃതി വിരുദ്ധേറ്റ് നിൽക്കുന്ന ഒരാൾ ഉറങ്ങണം. ദീന് പഠിക്കാത്ത പടുജാഹിലാണ്. ഇങ്ങനത്തെ ഉണ്ടാവും. ആയത്തോ ഹദീസോ ഓതിയിട്ട് മുഹമ്മദ് മുസ്തഫ
അതുകൊണ്ട് എന്റെ കടമയാണ് തീർക്കുകയാണ്. ചെറുപ്പക്കാരെ, ആയത്തും ഹദീസും കേട്ടിട്ട് പയച്ചു പോണ്ട. ഈ കമ്പനി വരുന്ന റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞമ്മക്കിവിടെ ഒരു പാരമ്പര്യമുണ്ട്. നമ്മളെ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാല് ഇവര് പ്രകൃതി വിരുദ്ധമല്ലാത്ത ഉണ്ടാക്കിയ മതമല്ല, സഹാബാക്കൾ വന്നിട്ട് നട്ട് വളർത്തിയ മതമാണ്. അത് പിന്നീട് മഖ്ദൂമാർ ഏറ്റെടുക്കുകയാണ്. അത് പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 80-90 കൊല്ലമായിട്ട് മട്ടത്തിൽ പൊളിയാതെ പതറാതെ ചിതറാതെ വളരെ സുശക്തമായിട്ട് നിലനിർത്തി ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കളൊക്കെ നമ്മളെ മുമ്പിൽ വളരെ സൂക്ഷ്മതയുള്ള ജീവിതം സമർപ്പിച്ചുകൊണ്ട് പിരിയുന്ന സമയത്ത് ഒക്കെ കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ ഇത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു തആല കാണിച്ചെന്ന ദൃഷ്ടാന്തമാണ്. ആരാ ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാനെ കുറിച്ച് ഞാൻ ഒരു കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നപ്പോ അൽഹംദുലില്ലാഹ് ലോകത്ത് പല ആളുകളും കേട്ടു, പലരും പല ദ്വായം പറഞ്ഞിട്ട് വിളിച്ചിരുന്നു, വലിയ ഉപകാരമായി. കാരണം ബാപ്പുസ്ഥാന്റെ വഫാത്ത് കൃത്യമായിട്ട് നടന്ന കാര്യം ആ സമയത്ത് ഞാൻ പറയാത്തൊന്നാണ്. ബാപ്പുസ്ഥാൻ അതിശക്തമായിട്ട് വേർത്തിരുന്നു. നെറ്റിയിൽ നിന്ന് വേർപ്പിന്റെ മുത്ത് തുള്ളികൾ ഉറ്റി ഉറ്റി വീഴായിരുന്നു. കാരണം ഇത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ പണ്ഡിതന്മാരും വഫാത്തായത്. പ്രത്യേകിച്ച് ഈ മാസം മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് നടക്കുന്ന മാസമാണ്. അവരൊക്കെ അങ്ങനെയായിരുന്നു. ശംസുൽ ഉലമ സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുമ്പോ അതാ റൂമിലുള്ള ആളുകളെ നടക്കുന്ന സൂറത്ത് യാസീൻ ചൊല്ലിപ്പിച്ചു. ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ പാപ്പാന് ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. എന്നിട്ട് സുബ്ഹി ബാങ്കിന് ജവാബ് കൊടുത്തു. മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയപ്പോൾ ശംസുൽ ഉലമ അത്യുച്ചത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അല്ലാഹുവിന്റെ പരലോക പൗരത്വം സ്വീകരിച്ചുകൊണ്ട് പാറിപ്പറന്നു. നമുക്കൊരു വലിയ മാർഗമില്ല ഇവിടെ. ഇതിൽ നിന്ന് തെറിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് വമൻ യുശാഖിഖി الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. മുസ്ലിമീങ്ങളുടെ പരമ്പരാഗതമായ പാതയിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വസ്ഥമായി സ്വകാര്യമായി കക്ഷിത്വത്തിലൂടെ പ്രത്യേകമായ ആശയങ്ങളും വിശ്വാസങ്ങളും അവലംബങ്ങളുമായി നീങ്ങിയാൽ വനുസ്ലിഹി ജഹന്നമ, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയില് അവനെ നമ്മൾ പ്രവേശിപ്പിക്കുന്നതാണ് നബിയേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞും കേട്ടും അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവിടെ നൽകിയ സംഭാവനകളൊക്കെ സ്വീകരിക്കട്ടെ. 7 സെന്റ് പള്ളിക്ക് വേണ്ടി വിട്ടു എന്ന പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അതിനുവേണ്ടി പ്രേരിപ്പിച്ച് പിന്നാലെ കൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അള്ളാഹുവിടെ നൽകിയ സംഭാവനകളൊക്കെ സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ബാവാജി അടക്കമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദ്.